സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴ തുടരുകയാണ്. 5 ജില്ലകളിൽ അതിശക്ത മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. മൺസൂൺ കാറ്റ് ശക്തി പ്രാപിച്ചതും തെക്കൻ തമിഴ്നാട് തീരത്ത് സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയുമാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ നിലവിലുള്ള കാരണം. സുലേഖ ശശികുമാർ തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുലേഖ, പുതുക്കിയ മുന്നറിയിപ്പുകൾ പ്രകാരം ഇപ്പോൾ അതിശക്ത മഴ മുന്നറിയിപ്പ് ഏതെങ്കിലും ജില്ലകളിൽ നിലനിൽക്കുന്നുണ്ടോ? സംസ്ഥാനത്ത് വ്യാപക മഴക്കെടുതി റിപ്പോർട്ട് ചെയ്ത സാഹചര്യമുണ്ട്. സ്ഥിതിഗതികൾ എങ്ങനെ? കാവ്യ, എന്തായാലും മധ്യ തെക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇന്ന് 5 ജില്ലകളിലാണ് ഇത്തരത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതിശക്ത മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ളത്. കൊല്ലം, ഒപ്പം പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് ഇത്തരത്തിൽ ഓറഞ്ച് അലർട്ട് പുതുക്കിയ കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ അലർട്ട് പ്രകാരം 5 ജില്ലകളിലാണ് ഇത്തരത്തിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത്. അതിനൊപ്പം തന്നെ 3 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം, ഒപ്പം ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ഇത്തരത്തിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുന്നൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. വിവിധ ജില്ലകളിൽ ഇത്തരത്തിൽ മഴ തുടരുന്നൊരു സാഹചര്യമുണ്ട്. ഈ നേരത്തെ പറഞ്ഞതുപോലെ മധ്യ തെക്കൻ കേരളത്തിലേക്ക് മഴ അത് ശക്തി പ്രാപിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമ്മൾ കണ്ടതാണ്. എറണാകുളം, കോട്ടയം അടക്കമുള്ള ജില്ലകളിൽ അതിതീവ്ര മഴ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്ന് അത്തരത്തിൽ അതിതീവ്ര മഴ രേഖപ്പെടുന്ന ഒരു സാഹചര്യമില്ല. പക്ഷേ അതിശക്തമായ ഒരു മഴ അത് രേഖപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. 5 ജില്ലകളിലാണ് ഇത്തരത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതിശക്ത മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതിനൊപ്പം തന്നെ ഈ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ മഴ ശക്തമാകുന്നതിന് പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് മൺസൂൺ കാറ്റിന്റെ ശക്തിയുടെ ഒരു ശക്തി പ്രാപിച്ചൊരു കാര്യമാണ്. മൺസൂൺ കാറ്റ് അത് ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ തെക്കൻ തമിഴ്നാട് തീരത്ത് ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ ശക്തമായ ഒരു മഴ തുടരുന്നത് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ ഈ തെക്കൻ തമിഴ്നാട് തീരത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി വരുന്ന ദിവസങ്ങളിലും ഇനിയൊരു ആഴ്ചക്കാലം കൂടി ഇത്തരത്തിൽ ശക്തമായ മഴ സംസ്ഥാനത്ത് തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. അതിനൊപ്പം തന്നെ കാലവർഷത്തിന്റെ വരവ് അത് മെയ് 31 കൂടിയാണ് നേരത്തെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കാലവർഷം സംസ്ഥാനത്ത് എത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെ സമയത്തോടു കൂടി, അതായത് മെയ് 31 കൂടി തന്നെ സംസ്ഥാനത്ത് കാലവർഷം എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഈ കേരള തീരത്തിനോട് അനുബന്ധിച്ചുണ്ട് എന്നത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. കോമറിൻ മേഖലകളിൽ ഇത്തരത്തിൽ കാർമേഘങ്ങൾ മൂടിക്കെട്ടുന്ന അവസ്ഥ, അതിനൊപ്പം തന്നെ ഈ മൺസൂൺ കാറ്റിന്റെ ശക്തി, ഇതൊക്കെ തന്നെയും സംസ്ഥാനത്ത് കാലവർഷം എത്തുന്നതിനുള്ള കാലവർഷത്തിന് അനുകൂലമായ സാഹചര്യങ്ങളായിട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കാണുന്നത്. അതിനൊപ്പം തന്നെ ഈ ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം അത് നിലനിൽക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ കടലാക്രമണ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ തീരദേശ മേഖലകളിലുള്ളവർക്കും ഒപ്പം മത്സ്യത്തൊഴിലാളികൾക്കും ആവശ്യമായ ജാഗ്രതാ നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റിയും ഒപ്പം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ മത്സ്യത്തൊഴിലാളികൾക്കുള്ള വിലക്ക് അത് തുടരുന്നുണ്ട്. കേരള തീരത്തും തെക്കൻ കേരള തീരത്തും ഒപ്പം ലക്ഷദ്വീപ് തീരത്തും മത്സ്യത്തൊഴിലാളികൾ യാതൊരു കാരണവശാലും മത്സ്യബന്ധനത്തിന് പോകരുതെന്നാണ് നൽകുന്ന നിർദ്ദേശം. ഒപ്പം മലയോര മേഖലകളിലും ഈ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. മലയോര മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും ഒക്കെ ഉണ്ടായ മഴയിൽ വലിയ രീതിയിൽ ബാധിച്ചത് മലയോര മേഖലകളെയാണ്. കാരണം ഉരുൾപൊട്ടലടക്കമുള്ള സാഹചര്യങ്ങൾ മലയോര മേഖലകളിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ സാഹചര്യത്തിൽ രാത്രിയാത്രകൾ, മലയോര മേഖലകളിലേക്കുള്ള രാത്രിയാത്രകൾ അതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം വിനോദസഞ്ചാര മേഖലകൾ, മലയോര മേഖലകളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വിലക്കും തുടരുകയാണ്. സുലേഖ,